CPM-ൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരിപാടിയുണ്ടല്ലോ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4 കാലിൽ വീണതിന് ശേഷമുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പാളി എന്ന് മാത്രമല്ല, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഗുണം പലയിടത്തും BJP കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കണക്കിന് അത് CPM-ന് ഗുണമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ CPM-ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ ഏറ്റവും വലിയ ഭയം സീറ്റുകൾ പോയത് മാത്രമായിരുന്നില്ല. CPM-ൻ്റെ വോട്ട് ബേസ് കാഡർ വോട്ടുകൾ പോയി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ പോയി എന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ഒരു മടിയുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി SDP ഒരുമിച്ചാണ് പറയുക. ജമാഅത്തെ ഇസ്ലാമി SDP രണ്ടും തമ്മിൽ ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, പക്ഷേ ഒരുമിച്ചേ പറയുള്ളൂ. അങ്ങനെയുള്ളവർക്കെതിരെ RSSനെതിരെ ഒക്കെ പറയുകയും വളരെ വ്യക്തമായി വർഗീയത, മുസ്ലിം വിരുദ്ധത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിടുകയും സ്വന്തം കാറിൽ കയറ്റിയിരുത്തുകയും സ്വന്തം വേദിയിൽ കൊണ്ടത് പൊന്നാഴി അണിയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഹിന്ദു വോട്ടുകൾ പോകാതിരിക്കാനുള്ള 10 വോട്ടിന് വേണ്ടി, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ, കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പരിപാടി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ കണ്ടു. അതിനു മുമ്പുമുണ്ട്, പക്ഷേ അത് വ്യക്തമായി കണ്ടു. അതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടായെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ മലപ്പുറം എടുത്ത് നോക്കൂ. മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ്, UDFൻ്റെ കോട്ടയാണ്. പക്ഷേ വളരെ വലിയ വിജയമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത്. മുസ്ലിം വോട്ടുകളുടെ ഇതുവരെ ഇല്ലാത്ത ഒരു കൺസോളിഡേഷൻ ഉണ്ടായി എന്നാണ് ഇതിൻ്റെ കണക്കുകൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത്.